ഇടയ്ക്ക് നമ്മൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ആ വിദ്യാലയത്തിലേക്കൊന്ന് പോകണം. കുട്ടികൾ സ്കൂളിൽ വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടാവാൻ, അതുപോലെ ടീം സ്പിരിറ്റ് ഉണ്ടാവാൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഉണ്ടാവാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കണം. നിർബന്ധം എന്നുള്ളൊരു വാക്കിന് അടിവരയിടാണ്. അതെ. പക്ഷെ അത് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു എന്താ കഴിഞ്ഞാൽ ആ ടീച്ചർ മുഖേന അവൻ്റെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ, വളർത്തിക്കൊണ്ടുപോകാൻ, അതുപോലെ ടീച്ചറുടെ ഒരു ശ്രദ്ധയും, ഈ സിഗരറ്റുകൾ നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് പോലും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുന്നുണ്ട്. ആ സാധനം എന്താണെന്ന് പോലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് അതെ. അറിയുന്നില്ല. രാത്രിയിൽ അവരുടെ ഉറക്കം എങ്ങനെയാണ്, അതെ. ഏത് സമയത്താണ് അവർ കിടക്കുന്നത്, ഏത് സമയത്താണ് അവർ എഴുന്നേൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പീസ് റേഡിയോ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ പഠനവും അവരുടെ പഠന നിലവാരങ്ങളും പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീമ വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പുള്ളൊരു എപ്പിസോഡിൽ കുട്ടികളുടെ പഠനവും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ പുതിയ ഒരു അധ്യയന വർഷം ആരംഭിച്ചതാണല്ലോ. ആ തുടക്കം എന്ന നിലക്ക് എന്താണ് എല്ലാവരും, രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ് നമ്മുടെ കേരളത്തിൽ. രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട്, അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജൂൺ മാസവും അധ്യയന വർഷമൊക്കെ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് നമ്മൾ പഴമക്കാരായ ആളുകൾ പറയാറുണ്ട്. ശരിക്കും ആക്ച്വലി ഇംഗ്ലീഷിലൊരു പ്രൊവേർബ് ഉള്ളത്, പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. നമ്മളതിൽ ആഡ് ചെയ്യാറില്ല ഇറ്റ് ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നാണ്. അഥവാ അതാണ് ഒരു തുടക്കത്തിൽ നമ്മളൊരാളെ എങ്ങനെയാണോ കാണുന്നത്, അതാണ് പിന്നെ അയാളെക്കുറിച്ചുള്ള ഒരു ഇമേജ് നമ്മളെടുത്ത്. പിന്നെ അത് മാറണമെങ്കിൽ അത്ര എഫേർട്ട് എടുക്കണം. അപ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ കണ്ടാൽ തുടക്കത്തിൽ നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് അയാളെ നമ്മൾ കണക്ട് ചെയ്യാം. അതെ. പിന്നെ അയാളെക്കുറിച്ച് എന്നും നിരന്തരം നമ്മൾ ഓർക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അധ്യയന വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് ഏറ്റവും നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മളെ മക്കൾ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്. അപ്പോൾ അവരെ ആ ഒരു കുട്ടിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പുതിയ വിദ്യാലയത്തിൽ ചേർത്ത് അവർ പോകുന്ന ഒരു സമയത്ത്, പുതിയ അധ്യയന വർഷം തുടങ്ങി കലാലയങ്ങളിലേക്കൊക്കെ അവർ പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചില ശ്രദ്ധകൾ, ബോധപൂർവമായ ചില ശ്രദ്ധകൾ അത്യാവശ്യമാണ് എന്നതാണ് ആദ്യം ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഓരോന്നായിട്ട് വിശദീകരിക്കാം. ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഏതായാലും ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു പുതിയൊരു ക്ലാസ്സിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ക്ലാസ് ടീച്ചർ എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ആ ക്ലാസ് ടീച്ചറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത്, നമ്മുടെ ഇന്ന കുട്ടിയുടെ പാരൻ്റാണ്, എന്തൊക്കെയുണ്ട് ടീച്ചറെ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് സാറേ, എൻ്റെ കുട്ടി പിന്നെ നിങ്ങൾക്ക് പുതിയതായിരിക്കില്ലേ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളെന്തെങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ടോ, ഒരു ഗുഡ് റാപ്പോ, എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒന്ന് അറിയിക്കണം എന്നുള്ള ടീച്ചർ പറയും. സ്വാഭാവികമായിട്ടും അതേ വാക്ക് എന്ത് ചെയ്യും, രക്ഷിതാവും പറയുന്നുള്ളത്. നമ്മൾ പറയുന്നത് കീപ്പ് എ ഗുഡ് റാപ്പോ എന്നാണ് പറയുന്നത്. നല്ലൊരു ബന്ധം ക്ലാസ് ടീച്ചറായിട്ട് നമ്മളെപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ പണ്ട് മുതലേ ഉപയോഗിച്ച് ഇപ്പോഴും, ഇപ്പോൾ നമ്മൾ എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 4 കാര്യങ്ങളുണ്ട്. സോട്ട് അനാലിസിസ് എന്നാണ് അതിന് നമ്മൾ പറയാനുള്ളത്. സോട്ട്, SWOT എന്നുള്ളതാണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തുകൾ എന്നാണ്, അഥവാ കഴിവുകൾ എന്ന് നമുക്കതിനെ പറയാം. നമ്മുടെ മക്കൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ക്ലാസ് ടീച്ചറോട് പറയണം. ചില കുട്ടികൾ ഇപ്പോൾ മാത്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ പറയാം, ടീച്ചറെ എൻ്റെ കുട്ടി മാത്സിൽ കുറച്ച് കുഴപ്പമില്ലാതെ ചെയ്യലുണ്ട് കേട്ടോ, ബാക്കിയുള്ള വിഷയമൊന്നും അത്ര ഇല്ല. പാട്ട് പാടുന്നൊരു കുട്ടിയാണെങ്കിൽ ടീച്ചറെ എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ, അതുപോലെ നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അഥവാ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ സ്കില്ലുകളുണ്ടോ, അവർക്ക് കഴിവുള്ള ശേഷികളുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം,
ആ ക്ലാസ് ടീച്ചറായിട്ടൊന്ന് അറിയിക്കണം. അറിയിക്കണം എന്നുള്ളതാണ്. ഇത് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് പുതുതായിട്ടൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ചാർജാണ് ഈ വർഷം എനിക്കുള്ളത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാം മുതലുള്ള 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മൾ ക്ലാസ് ടീച്ചർ എന്ന നിലക്കുള്ളത്. പക്ഷേ ആ കുട്ടികൾ 8ൽ അവിടെ സ്കൂളുണ്ട്, 9ൽ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അവരെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അതെ. അപ്പോൾ എനിക്കൊരു പുതിയ 8ാം ക്ലാസ്സിൽ വരുന്നൊരു പുതിയ കുട്ടികളെ പോലെയാണ് അവരുള്ളത്. ഞാൻ അവരോടും ആ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ എന്നെ രക്ഷിതാക്കൾ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ആ കുട്ടികളുടെ ഇന്ന കഴിവുകളുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മുടെ മക്കൾക്കുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യണം, പറയണം. രണ്ടാമത്തത് സോട്ട് അനാലിസിസ് രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്, പോരായ്മകളാണ്, കുറവുകളാണെന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കണം. നിർബന്ധം എന്നുള്ളൊരു വാക്കിന് അടിവരയിടണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികൾക്ക് കാഴ്ചപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, കേൾവി ശക്തിയുടെ പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പോൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. വളരെ ബാക്കിയുള്ള കുട്ടികൾ അത്ര ഒരു മികവ് പഠനത്തിൽ ഉണ്ടാവണമെന്നില്ല. അതല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ പല ഇപ്പോൾ മെമ്മറി പരമായിട്ട് MR ഉള്ള കുട്ടികളുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള കുറവുകൾ, പോരായ്മകൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതൊരു കുറവൊന്നുമല്ല. പക്ഷെ അത് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞത് എന്താ കഴിഞ്ഞാൽ ആ ടീച്ചർ മുഖേന അവനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ, വളർത്തിക്കൊണ്ടുപോകാൻ, അതുപോലെ ടീച്ചറുടെ ഒരു ശ്രദ്ധയും അതുപോലെ ബാക്കി ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഇന്നൊരു കുട്ടി അവന് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടിക്കുക. ഒരിക്കലും ഇകഴ്ത്താനോ താഴ്ത്താനോ ഉള്ള നിലവാരത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് എവിടെയാണോ ഉള്ളത് അതിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, മുന്നോട്ട് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. സോട്ട് അനാലിസിസിൽ 3ാമത്തെ അക്ഷരം ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് വിദ്യാലയങ്ങളിലൊക്കെ. അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ, അവരുടെ ശേഷികളെ വളർത്തിക്കൊണ്ടുവരുവാൻ. വെറും പഠനം എന്നുള്ളതല്ല ഇന്ന് സ്കൂളുകൾ. പഠിക്കാനുള്ള സോഴ്സുകൾ ഒരുപാട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടാവാൻ, അതുപോലെ ടീം സ്പിരിറ്റ് ഉണ്ടാവാൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഉണ്ടാവാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. വിദ്യാലയങ്ങളിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ, ആ മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം. ഇപ്പോൾ എഴുത്തിന് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പാട്ട് പാടാൻ, അതുപോലെ കഥ പറയാൻ, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതിലുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ ഈ ചിത്രം വരയ്ക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ വിദ്യാലയങ്ങളിലുണ്ട്. അത് ചെറിയ ഒരു പ്രൈമറി തലത്തിലുള്ള അല്ലെങ്കിൽ ഈ KG തലത്തിലുള്ള ക്ലാസ്സുകൾ മുതൽ വലിയ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ വരെ അതിനുള്ള അവസരങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയാം അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക്, അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയത്തിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയുന്നതാണ്. 4ാമത്തെ ഒരു അക്ഷരം T എന്നതാണ്. ട്രെഡ്സ് എന്നാണ് അതിന് പറയല്, അഥവാ ചാലഞ്ചസ്, വെല്ലുവിളികൾ. അല്ലേ, എൻ്റെ കുട്ടി അവിടെ പഠിച്ച് അല്ലെങ്കിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, തടസ്സങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഇതൊക്കെ തിരിച്ചറിയുകയും ആ വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കുകയും, ടീച്ചർ എന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ 4 അക്ഷരങ്ങളിൽ അഥവാ സോട്ട് അനാലിസിസിൽ കഴിവുകൾ, വീക്ക്നെസ്സുകൾ, ഓപ്പർച്യൂണിറ്റികൾ, തടസ്സങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ, ഇതെന്താണ് നമ്മുടെ മക്കൾക്കുള്ളത് എന്ന് ഇത് ചെയ്യാം. നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ജൂൺ മാസത്തിൽ നിർബന്ധമായിട്ടും ആ കാര്യം നമ്മൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, അത് രക്ഷിതാക്കൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടാവണം. ചില രക്ഷിതാക്കൾ അത് പറയൂല, അവർ മറച്ചു വെക്കും. അത് അപകടത്തിൽപ്പെടുത്തും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി അതിൽ നമുക്ക് എന്താണ് ആഡ് ചെയ്യാതെ പോകാനുള്ളത്? അടുത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാലോ, ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രെങ്ത്ത്, വീക്ക്നെസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് വരുന്നത് തിരിച്ചു പോകുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. ഇത് പറയാനുള്ള കാരണം, നമ്മൾ സ്കൂളിലേക്ക് പോണ സമയത്ത് നിരന്തരം കാണുന്ന ചില കാഴ്ചകളുണ്ട്. കുട്ടികൾ, അത് പെൺകുട്ടികളാണെങ്കിലും ഉണ്ട് ഇപ്പോൾ എന്നുള്ള നമുക്ക് മനസ്സിലായി. പോകുന്ന വണ്ടിക്ക് മുഴുവനും കൈ കാണിക്കുന്ന മക്കളെ നമ്മൾ കാണാറുള്ളത്. ആരാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകുന്നത് എന്നോ ഒരു ഇതുമില്ല. സ്ഥിരമായിട്ട് ഒരു സ്കൂൾ വാഹനമോ അല്ലെങ്കിൽ വരാനും തിരിച്ചു പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഏർപ്പെടുത്തി കൊടുക്കാം. അതല്ലെങ്കിൽ അപരിചിതരായ ആളുകളായിട്ട് ഒരിക്കലും ഈ യാത്രകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ. ഇത് പറയാനുള്ള കാരണം എന്താ പറയുക, ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, ഇതേപോലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയ സമയത്ത് അവിടെ എനിക്ക് തൊട്ട് മുന്നേ ക്ലാസ് എടുത്ത ആൾ പറയുന്നത്,
ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടാൻ കാരണമായി തീർന്ന ഒരു കഥ അവിടെ, കഥയല്ല ഒരു ചരിത്രം, ഒരു സംഭവം അദ്ദേഹം ഷെയർ ചെയ്യണം. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അവൻ പിന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരാൾ വാഹനമായിട്ട് അവിടെ ചെല്ലുന്നു. എന്നിട്ട് ആ കുട്ടിയെ വിളിക്കുന്നു, എടാ എനിക്കെന്നെ മനസ്സിലായില്ലേ, ആ പിന്നെ നിൻ്റെ ഫാദറിൻ്റെ പിന്നെ ഫ്രണ്ടാണ് ഞാൻ, പിന്നെ ഈ ഇന്നാളെ മോനല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ കുട്ടി ഞാൻ അങ്ങോട്ടാണ് പോകണം, ഈ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വാഹനത്തിൽ കയറുന്നു, കാറിൽ കയറിയിട്ടാണ് പോകുന്നത്. കാറിൻ്റെ മുൻ സീറ്റിൽ തന്നെ അവനെ ഇരുത്തി. ഇവൻ ഇറങ്ങാൻ എത്തുന്ന സ്ഥലത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയും, അവനിരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ നിന്നും ഒരു 500 രൂപ കിട്ടുകയാണ്. അപ്പം ഇദ്ദേഹത്തെ കാണും, ഇതൊക്കെ ബോധപൂർവം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഇദ്ദേഹം പോണത്. ഇവൻ കാറിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്തെ ഇദ്ദേഹം എടാ വാടാ മോനെ, എൻ്റെ അല്ല പൈസ, അത് എടുത്തോ. അപ്പോൾ പറയേ എൻ്റെ അടുത്ത് പൈസ 500 രൂപയോ, ഇതെൻ്റെ അടുത്ത് ഈ ക്യാഷൊന്നും ഇല്ലല്ലോ. പറയേ എൻ്റെ വണ്ടിയിൽ ആരും ഇതുവരെ വേറെ കയറിയിട്ടില്ല, അത് നിൻ്റെ പൈസേൻ്റെ ആവും, ചിലപ്പോൾ നീ അറിയാതെയൊക്കെ ആയിരിക്കും. അല്ലിപ്പം എന്തായിരുന്നാലും ഈ കുട്ടി പറയണത് എന്താണ്, എൻ്റേതല്ല, എൻ്റെ അടുത്ത് 500 രൂപ ഇല്ല എന്നൊക്കെ പറയണം. പക്ഷെ ഇദ്ദേഹം അവിടെ ഒരു അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുക, മോനെ നീ ഏതായാലും എൻ്റെ മോനെ പോലെ അല്ലല്ലോ, എൻ്റെ മോനെ പോലെ തന്നെയാണല്ലോ നീ, ഈ പൈസ എൻ്റേതല്ല, നീ അതെടുത്തോ, നീ അത് കൊണ്ടുപോയിക്കോ, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തേക്ക് നിർബന്ധപൂർവ്വം കൊടുക്കുകയാണ്. അദ്ദേഹം പോകുന്നു, കുട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭൂരിഭാഗം കുട്ടികളും വീട്ടിൽ പറയൂല. ഭൂരിഭാഗം കുട്ടികളും പറയില്ല, വളരെ കുറഞ്ഞ കുട്ടികളെ പറയുള്ളൂ. പറയുകയാണെങ്കിൽ അവിടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള ചില സപ്പോർട്ടുകൾ ആ കുട്ടിക്ക് ലഭിക്കുന്നത്. ഭൂരിഭാഗം കുട്ടികളും പറയില്ല. ഈ കുട്ടി പറഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂളിൽ വിട്ടപ്പോൾ ഇതേ ആൾ ഇതേ വാഹനം ഇട്ട് അവനെ കാത്തിരിക്കണം. അവനെ വിളിക്കുന്നു, എന്നിട്ട് പറയണം, വണ്ടിയിൽ കയറ്റുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇന്നലെ നിനക്ക് തന്ന ഒരു 500 രൂപയല്ലേ, അത് ഞാൻ മറന്നു പോയതാണ്, അത് വണ്ടിയിൽ നീ കയറുന്നതിന് മുമ്പ് വേറൊരാൾ കയറുന്നു, അവൻ്റെയാണ്, ആ പൈസ എവിടെ തിരിച്ചറിയണം. കുട്ടികളുടെ ടെൻഡൻസിയും മനസ്സും വെച്ചിട്ട് ആ കിട്ടിയ പൈസയിൽ നിന്നും ഭൂരിഭാഗം പൈസ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പൈസയിൽ നിന്ന് ഒരല്പമെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാവും. തിരിച്ചു ചോദിക്കുമ്പോൾ അവർ ഹെൽപ്ലെസ് ആണ്, നിസ്സഹായ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടി തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ആ ദിവസം നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഒരുപാട് സാധനങ്ങൾ, ഏകദേശം 100-200 രൂപയിലധികം അവൻ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഇയാൾ പ്രതീക്ഷിക്കുന്ന അതാണ്. അപ്പോൾ ഇതേ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, എനിക്ക് 500 രൂപ ഞാൻ എന്താ ചെയ്യുക, അതില്ലാതെ തരാൻ പറ്റില്ല. ഇവനെ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പം വിയർത്ത് കുളിക്കുമ്പോൾ, ശരി ഇനി സാരമില്ല, നീ എൻ്റെ മോനെ പോലെ തന്നെയാണല്ലോ, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിനക്കൊരു സാധനം തരാം, നീ അത് ഉപയോഗിക്കണം, നിൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തോ, നീ അത് ഉപയോഗിക്കരുത് കേട്ടോ, എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തോ, മിഠായിയാണ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സാധനമാണ് പറഞ്ഞിട്ട് കൊടുക്കുന്നതെന്ന്. ഇവൻ ആ പറഞ്ഞത് ചെയ്യുന്നു. അവൻ്റെ കൂട്ടുകാർ ആദ്യത്തെ കുറച്ച് ദിവസം ഇയാൾ സ്ഥിരം ഇവനെ കൊണ്ടുപോകുന്നു, വരുന്നു, ഇതൊന്നും വീട്ടിൽ അറിയുന്നില്ല, പറയുന്നുമില്ല. അവസാനം ഇത് കഴിഞ്ഞ് ഒരു വലിയ റാക്കറ്റിനെ പിടിക്കുമ്പോൾ മാത്രം സ്കൂളിലെ ചില കുട്ടികൾ ബോധക്ഷയം ബാധിച്ച് ബാത്റൂമിൽ വീഴുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് എത്തുന്നത്. അവസാനം എത്തുന്നത് ഈ കുട്ടിയിലേക്കാണ്, പിടിക്കപ്പെടുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നാടുകൾ ഇതൊരു സംഭവമാണോ, ഒരു കഥയാണോ, അല്ലെങ്കിൽ വല്ല എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണെന്ന്. പക്ഷേ ഇതൊക്കെ ഒരു ഒറിജിനൽ സംഭവിച്ച കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതുപോലെയുള്ള കെണികളിൽ നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഇതിലും വലിയ, ഇതിപ്പോൾ ഒരു അനുഭവം ആണെങ്കിലും ഇതിലും വലിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഇതേപോലെ കാറിൽ കയറ്റി കൊണ്ടുപോയി കൊണ്ടൊക്കെ ഉപയോഗിച്ച പലതും ഉണ്ട്. പുറത്തേക്ക് വരാത്തതും പുറത്തേക്ക് വന്നതുമായ കുറേ കാര്യങ്ങൾ ഇതിൽ വളരെയധികം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ കുട്ടികൾ ആരാണെന്നറിയാതെ കൈ കാണിക്കുന്നു, അല്ലെ അതിൽ കയറിപ്പോകുന്നു. ഒരു ബൈക്കിന് കൈ കാണിക്കുന്നതിനേക്കാളും ഭീകരമാണ് ഒരു കാറിന് ഏത് വാഹനമാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരുടെ കൂടെയാണ് നമ്മുടെ മക്കൾ പോകുന്നത്, വരുന്നത്, അല്ലെങ്കിൽ നടന്നു വരുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ട ഒരു സമയം മുതൽ അടുത്ത വീട്ടിലെത്താൻ വരുന്ന ഒരു സമയം എത്രയാണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇടയ്ക്ക് നമ്മൾ രക്ഷിതാക്കൾ എന്താണെന്ന് അറിയോ, ആ വിദ്യാലയത്തിലേക്കൊന്ന് പോകണം. അത് കറക്റ്റാണ്. കാരണം പലരും, ഞാൻ മുൻപേ നമ്മളൊരു സ്നേഹക്കൂടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ മോനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് അവൻ്റെ പഠനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയപ്പോൾ അധ്യാപകൻ പറഞ്ഞത്, ഞാൻ 13 വർഷമായി ഈ സ്കൂളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയുടെ പഠന നിലവാരവും അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു വരുന്നത് എന്ന് പറഞ്ഞ്. അവരവസ്ഥ മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട്. സാധാരണ ഇപ്പം എന്താ നമ്മൾ കാണാറിയോ, പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാവരും വരും. അതെ, ഒരു 100% എന്ന് പറയാം. വളരെ അന്ന് വരാൻ പറ്റാത്ത ആളുകൾ മാത്രമേ ഒന്ന് വിളിച്ച്, സാറേ ഇന്ന് വരാൻ കഴിയില്ല, തൊട്ടടുത്ത ദിവസം വന്നാൽ മതിയോ എന്ന് പറയുന്നത്. ഒരു 45-50 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിലാണെങ്കിൽ ഒരു 45-ൽ 42, 43 കുട്ടികളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, രക്ഷിതാക്കൾ വരാറുള്ളത്. പാരൻസ് മീറ്റിങ്ങിന് എല്ലാവരും കൂടി വരും. ഒരു നല്ല രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരൻസ് മീറ്റിങ്ങിന് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്.
ആ ക്ലാസ് ടീച്ചേഴ്സിനെ വിളിക്കുക എന്ന് പറയാനോടൊപ്പം തന്നെ എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഒരു സർപ്രൈസ് വിസിറ്റ് നമ്മൾ നല്ലൊരു ബന്ധം നല്ലൊരു ബന്ധം ആ സ്ഥാപനമായിട്ടും അവിടെയുള്ള അധ്യാപകരായിട്ടും നമ്മളെ കുട്ടികളായിട്ട് നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോവാം. ഇന്ന ആളുടെ എൻ്റെ കുട്ടിയാണ്, എൻ്റെ എങ്ങനെയൊക്കെ ഉണ്ട്, എന്താ സാറേ അവസ്ഥ അല്ലേ, അതൊരു കുട്ടിക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ നല്ലത്. എൻ്റെ രക്ഷിതാവ് എൻ്റെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയം, നിശ്ചിത സമയം നമ്മുടെ മക്കൾ പാലിക്കുന്നുണ്ടോ, കറങ്ങി എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഈ പാരൻസ് മീറ്റിംഗ് ആണെങ്കിലും അല്ലാതെയും ഒക്കെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ വന്ന കുട്ടികൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പരാതിയായിരിക്കും. ഇപ്പം എൻ്റെ ചെറിയ മോളുണ്ട്, പാരൻസ് മീറ്റിംഗ് ചെന്നില്ലെങ്കിൽ അവൾ പിന്നെ തെറ്റും, മിണ്ടൂല. കാരണം പാരൻസ് മീറ്റിങ്ങിന് വരിക എന്നുള്ളതാണ് അവരേറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, സമയമുണ്ടാക്കി അതിന് എത്തണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിനി അതിൽ കുട്ടികളുടെ പഠനത്തിന് തുടക്കമായതുകൊണ്ട് തന്നെ അതിൽ ചില നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എല്ലാ അധ്യയന വർഷങ്ങൾ ആരംഭിക്കുമ്പോഴും നമ്മുടെ മക്കളൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, ഈ ഒരു വർഷം സൂപ്പറാവും, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് വാങ്ങുന്നുള്ളതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഏറെ അതിനോട് നീതി പുലർത്താൻ സാധിക്കാറുണ്ട്. കൃത്യമായി ഹോംവർക്കുകൾ ചെയ്യുന്നു, പഠിക്കുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീടൊരു സ്കൂളിലെ മറ്റു പല പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ആ പഠനം അവിടെ നിർത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയോ പലതും പോസ്റ്റ്പോണ്ട് ചെയ്ത് നീട്ടിവെക്കുകയോ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുള്ളത്. അത് നമ്മളെ ബോധ്യപ്പെടുത്താം, നമ്മളെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്താം. ഈ ഒരു രൂപത്തിൽ നീ പഠിക്കുകയാണെങ്കിൽ ഉന്നത വിജയം നേടാൻ നിനക്ക് സാധിക്കുമെന്ന് രക്ഷിതാക്കളായ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ സാധിച്ചാൽ അത് മക്കൾക്ക് കിട്ടുന്നൊരു കരുത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ ഈ തുടക്കത്തിലുള്ളൊരു ആവേശം അല്ലേ, ഈ ആദ്യത്തിൽ തന്നെ നമ്മൾ പഠിക്കുമല്ലോ, ആ പഠിക്കുന്നത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് അവരുടെ മാർക്കിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല മാർക്കുകൾ അവർ സ്കോർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, രക്ഷിതാക്കളെ ഭാഗത്ത് ഒരു പ്രത്യേക ശ്രദ്ധയോ ഒരു അപ്രീസിയേഷനോ ഒരു അംഗീകാരമോ ഒന്നും കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ അതൊരു ആഘോഷമാക്കി മാറ്റണം. നിനക്ക് ഇത്ര മാർക്ക് കിട്ടുമോ, സന്തോഷമായിട്ടോ, എന്നാൽ ഇന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ അറിയാതെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനം മതിയോ. അത് ഏത് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ എന്താണ് സർപ്രൈസുകൾ ഏറെ ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ അവരുടെ പഠനത്തിൻ്റെ ഒരു തുടക്കത്തിൽ, ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മാർക്കൊക്കെ വാങ്ങിയത് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം, ഒന്ന് അംഗീകരിക്കാനും അവരനുമോദിക്കാനും ഒന്ന് ചർച്ചയാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ പഠനത്തിൽ വീണ്ടും ശ്രദ്ധ പുലർത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ കുട്ടികൾക്ക് പല രൂപത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ NCC പോലെയുള്ള, അതേപോലെ തന്നെ SBC പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ചില കുട്ടികൾ വിട്ടു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് കുട്ടികളൊന്ന് ഓർമ്മിപ്പിക്കുക, രക്ഷിതാക്കൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നാവും. ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് എല്ലാം ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് കുട്ടികളുടെ ടേസ്റ്റ്, അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹങ്ങൾ, അവർക്ക് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് അവർ ആഗ്രഹിക്കുന്ന മേഖല, അതിനൊക്കെ അനുസരിച്ച് സ്കൂളിലുള്ള പല അവസരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്തും. സ്കൗട്ട് ഗൈഡ് പോലെയുള്ള, SPC പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് പോലെയുള്ള, അതുപോലെ വ്യത്യസ്തമായ വേറെ പല ക്ലബ്ബ് ആക്ടിവിറ്റികൾ, നാച്ചുറൽ ക്ലബ്ബ് പോലെയുള്ള ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളുണ്ടാവും. ഇതിൽ പലപ്പോഴും ഈ ക്ലബ്ബ് ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ കാണാറുള്ളത് പഠനത്തിൽ അത്ര മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളെക്കാൾ ആ മേഖലയിൽ പലപ്പോഴും താല്പര്യം കാണിക്കാറ് പഠനത്തിൽ പിന്നോക്കമുള്ളതാണ്. പക്ഷെ ആ കുട്ടികൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ നന്നായിട്ട് ശോഭിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഫുട്ബോൾ പോലെയുള്ള സ്കൂൾ ടീമുകൾ, വ്യത്യസ്തമായ ഫുട്ബോൾ ടീം ഉണ്ടാവാറുണ്ട്, ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടാവാറുണ്ട്, ബാഡ്മിൻ്റൺ ടീം ഉണ്ടാവാറുണ്ട്. അതുപോലെ വ്യത്യസ്ത അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് വിദ്യാലയങ്ങളുണ്ട്. അതിൽ നമ്മളെ കുട്ടിക്ക് അനുയോജ്യമായത് ഏതാണോ അതിലേക്ക് അവനെ എത്തിക്കാനുള്ളൊരു ശ്രമം രക്ഷിതാവ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം ഈ ഒരു അവസരത്തിൽ അഥവാ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്നുള്ളതാണ്. അതെ, കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ സ്കൂൾ തലം മുതലേ ഉണ്ട്. ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ല തീരുമാനിക്കേണ്ടത്. അവൻ ആ സ്കൂളിൽ ചേർന്നത് മുതലേ അവൻ എന്തിലേക്ക് മാറണമെന്നുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം അവിടെ ഉണ്ട്. അത് രക്ഷിതാക്കൾ അത് അറിയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം തരും, ഇതിൻ്റെ ഈ തുടക്കത്തിൽ നമ്മുടെ മക്കൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ, കൂട്ടുകാരുണ്ടാവുമല്ലോ. കൂട്ടുകാരാരാന്നുള്ള രക്ഷിതാക്കൾ ആരാന്ന് അല്ലേ, എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട് ആരാണ്, അവൻ എവിടെ നിന്ന് വരുന്നവരാണ്,
ഇപ്പോൾ നമ്മൾ പറയാനുള്ളത് ഫ്രണ്ടിനെ മാത്രം അറിഞ്ഞാൽ പോരാ, ഫ്രണ്ടിൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് അതും കൂടി അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം അതെ എന്നുള്ളതാണ്. അതെ അതെ പലപ്പോഴും ഈ ഫ്രണ്ട്സിന് ഭയങ്കര സ്വാധീനം കുട്ടികൾ ചെലുത്താൻ സാധിക്കും. രക്ഷിതാക്കളെക്കാൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന, സ്വാധീനം ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചല്ലോ, ചന്ദനം ചാരിയാൽ ചന്ദനം ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം. അത് സത്യമാണ് ശരിക്ക്. ഒരു നല്ല കൂട്ടുകെട്ടിൽ, നല്ലൊരു സൗഹൃദത്തിൽ നമ്മുടെ മക്കൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെന്താ, നമ്മുടെ കുട്ടി ആ ഒരു നല്ല അന്തരീക്ഷ എല്ലത്തിലുണ്ടാകുന്നു. അതെങ്ങാനും കേടായ ഒരു സൗഹൃദത്തിലേക്കാണ് എത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസരത്തിലേക്ക്, സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലുള്ള അതെ കുട്ടികളിൽ നിന്ന് അപ്പോൾ ഫ്രണ്ട്സിനെ അറിയുക, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എത്തുന്നൊരു സമയം അത് അതെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിന്നെ പലപ്പോഴും ബസ്സുകൾ കാത്ത് പിന്നെ എത്ര സമയം വൈകി എന്നൊക്കെ പറയും കുട്ടികൾ പറയുന്ന എല്ലാ മുഖവിലൊക്കെ എടുക്കണം എന്ന് നമ്മൾ പറയാറില്ല. അതെ വിശ്വസിക്കണം അവരെ, മുഖവിലൊക്കെ എടുക്കണം അവർ പറയുന്ന അഭിപ്രായങ്ങൾ. എന്നാൽ അതോടൊപ്പം ചിലപ്പോൾ ചില സംശയത്തിൻ്റെ ദൃഷ്ടിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവരെ ചോദ്യം ചെയ്യാനോ നിരീക്ഷിക്കാനോ അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ഓക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ അറിഞ്ഞാൽ മതി എന്നാണ്. റജുലു അലാ ദീനി അതെ ഖലീലിഹി അതെ എന്നാണ് റസൂൽ അതെ പഠിപ്പിച്ചത്. അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അൽമർ ഉ എന്നാണ് അല്ലേ, അൽമർ. എത്ര കറക്റ്റാണ് ആ വിഷയം. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. ഇനി നിങ്ങൾ അതൊക്കെ അത് മാത്രമല്ല, അബൂബക്കറിനെ പിന്നെ കൂട്ടുകാരനായി സ്വീകരിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതെ അതെ നിങ്ങൾ നല്ലൊരു കൂട്ടുകാരനെ സ്വീകരിക്കണം. ഞാൻ അബൂബക്കറിനെയാണ് എൻ്റെ ഖലീലായിട്ട്, എൻ്റെ കൂട്ടുകാരനായിട്ട് അതെ സ്വീകരിച്ചത്. അത് അവിടെ കുട്ടികൾക്കും അവസരമുണ്ട്. രക്ഷിതാക്കൾ എന്താണ്, ഇപ്പോൾ കുട്ടികൾ ചെറുതല്ലേ എന്ന് അതെ വിചാരിച്ചിട്ട് മാറി നിൽക്കാതെ നല്ല കൂട്ടുകാരെ കണ്ടെത്താനും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, രക്ഷിതാക്കൾ വരെ ഫ്രണ്ട്സ് ആവുന്ന അതെ ഉണ്ട്. അതെ ഇപ്പോൾ അതുണ്ട്. മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട് അത് ആ ശരി. നമ്മൾ ഫോണിൽ കണ്ടിട്ടുള്ളൂ അല്ലേ എന്ന് അതെ പറഞ്ഞ് കുട്ടികളെക്കാൾ നല്ല സൗഹൃദ രക്ഷിതാക്കൾ, അതൊക്കെ കുട്ടികളുടെ പഠന കാര്യത്തിലൊക്കെ അതെ അതെ ഇനി മറ്റൊരു കാര്യം തരും. ഇപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ അത്ര പഠിക്കാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണമെന്ന് നമുക്ക് പറയാനുള്ളത്. അതെ എൻ്റെ കുട്ടി അവളുടെ കൂട്ടുകാരനെ പോലെ തന്നെ പഠിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാശി. അവരെ അത്ര കാലിബർ നമ്മുടെ മക്കൾക്കില്ലെങ്കിൽ ആ അതെ കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. പക്ഷെ അവിടെ നമുക്ക് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, ആ നന്നായി പഠിക്കുന്ന കുട്ടിയുടെ ഒരു സഹായവും ഒരു ശ്രദ്ധയും ഒരു ഹെൽപ്പൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടി കൂടി കിട്ടുക. അവരോട് പറയാം, മോളെ ഈ എന്ത് ചെയ്യണം, ഇവളെയും കൂടെ ഒന്ന് അതെ ശ്രദ്ധിക്കണം കേട്ടോ, നീ അതെ നന്നായി പഠിക്കുന്നുണ്ട് മാഷാ അല്ലാ, പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യുക, നിൻ്റെ ഒരു സഹായമൊക്കെ ഇവൾക്കും വേണം കേട്ടോ എന്നുള്ളൊരു ആ ഒരു നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്ന ഒരു രൂപം ഉണ്ടാവണം. പിന്നെ കുട്ടികൾക്കിടയിൽ ഇന്ന് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അമിതമായൊരു കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ എന്തായിരുന്നാലും നമ്മുടെ വീടുകളിൽ നിന്നാണല്ലോ ഇവർ ഇറങ്ങി വരുന്നത്. തീർച്ചയായിട്ടും. എന്തിനാണ് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്രമാത്രം മേക്കപ്പുകൾ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്? അവിടെ ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ ഒരു ഒരു ചില ഇടപെടലുകളും രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആഴ്ചകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതെ വാർത്തകൾ, ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗം അതിൻ്റെ ഹാനികരം, അത് എത്രമാത്രം ഡേഞ്ചറസ് ആണ്, അപകടമാണ് എന്നത് കുട്ടികളെ ബോധവൽക്കരിച്ച് അത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം അതെ എന്നുള്ളതാണ് അതെ ആരോഗ്യവകുപ്പ് വരെ ചിന്തിക്കുന്നത്. ചില ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്, നമ്മുടെ മക്കളൊക്കെ ഉപയോഗിക്കുന്ന പല ഈ കോസ്മെറ്റിക് ഐറ്റംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും ക്യാൻസറുകൾ, മാരകമായ ക്യാൻസർ അതെ കണ്ടന്റ് വരെ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ കുട്ടികൾ എന്തെയ്യണില്ല, ഈ പുറംപോച്ചിന് വേണ്ടിയിട്ട് അതെ അല്ലെങ്കിൽ അതെ ഒരു മറ്റുള്ളവർക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ലോ ക്വാളിറ്റി സാധനങ്ങളാണ്. അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഉപയോഗിക്കാത്തവരെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയുമ്പോൾ പോലും അവർ പോലും അവരൊക്കെ ഉണ്ടല്ലോ, ആ ഞാൻ മാത്രം എങ്ങനെ ഇതിൽ അതെ നിന്ന് അതെ മാറി അതെ നിൽക്കും അതെ എന്ന രൂപത്തിലേക്കാണ്. പക്ഷെ എങ്കിൽ അവിടെ നമുക്ക് തിരുത്താനുള്ളത്, ഒരാളാണെങ്കിലും അല്ലെ നമ്മളാണെങ്കിലും ഈ വാല്യൂ ഉൾക്കൊണ്ടുകൊണ്ട് അതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന്. ഇപ്പം ഈ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ യൂണിഫോം ഉണ്ട്, അമിതമായൊരു പിന്നെ അണിഞ്ഞൊരുങ്ങി പോകുന്നൊരു സാഹചര്യം, പഠനത്തിന് നിന്നൊക്കെ പിന്മാറാനുള്ള സാഹചര്യമാണ് ഒരുക്കുക. അതെ അതെ അപ്പം അതൊന്ന് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം നന്നായി എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം ആ നന്നായി വിഷയത്തിൽ. ശ്രദ്ധിക്കണം. അതുപോലെ പഠന കാര്യത്തിൽ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയും, നമ്മൾ കുട്ടികൾ നോർമലി ചെയ്യുക, ഒരു സ്കൂൾ തലത്തിലൊക്കെ ഉള്ള കുട്ടികൾ, ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കും. അതെ അവർക്കൊരല്പം പ്രയാസമോ ഇഷ്ടമോ ഇല്ലാത്ത വിഷയമാണെങ്കിൽ
അതൊരിക്കൽ പോലും വായിക്കുകയോ പഠിക്കുകയോ അതിൻ്റെ വർക്കുകൾ ചെയ്യുകയോ ഇല്ല എന്നുള്ളതാണ്. അതെ അതെ അവിടെ രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മളതിന് ആ ഒരു മെത്തേഡിന് ഉപയോഗിക്കണം. സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് ആ ഒരു പഠന രീതിക്ക് ഉപയോഗിക്കുക. എല്ലാ വിഷയങ്ങളും അവർ പഠിക്കണം. അതെ ആദ്യം ഒരല്പസമയം വളരെ എളുപ്പമുള്ള വിഷയം പഠിക്കട്ടെ. പിന്നീട് കുറച്ച് പ്രയാസമുള്ളതായിക്കോട്ടെ. അത് വായിച്ചു വരുമ്പോൾ മടുപ്പ് വരും. അപ്പോൾ വീണ്ടും എളുപ്പമുള്ളത്, എളുപ്പം. വീണ്ടും പ്രയാസമുള്ളത്. ആ രൂപത്തിൽ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനെ ആഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ഈ പിന്നെ വിഷയങ്ങൾ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ പറയുമ്പോൾ രക്ഷിതാക്കളുടെ മീറ്റിങ്ങൊക്കെ അധിക വിദ്യാലയങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ആ മീറ്റിംഗ് മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ്. അല്ലേ, നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനത്തിലും ബാക്കിയുള്ള പല കാര്യങ്ങൾക്കും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് സ്വാധീനം ആ ഒരു മീറ്റിംഗ് കൊണ്ടും നമ്മുടെ പങ്കാളിത്തം കൊണ്ടും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സമയവും പിന്നെ പിന്നെ സന്ദർഭമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നല്ല മികവുറ്റ പഠിക്കുന്ന കുട്ടികളെ ആ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പിന്നാക്കം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രക്ഷിതാക്കളും അധ്യാപകരും ശരിക്കും അതിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ആ കുട്ടികൾക്ക് കിട്ടിയ എന്തോ ഒരു പ്രശ്നമാണെന്ത് അവരെ പഠനത്തിൽ നിന്നും അവരെന്ത് ചെയ്യുന്നത് പിറകോട്ട് വലിക്കുന്നത്. ചില ആളുകൾ ഇത് ശ്രദ്ധിക്കില്ല. പിന്നെ അതെങ്ങനെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഈ കുട്ടിയെ പിന്നീട് അധ്യാപകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞ് പരിശോധിക്കുമ്പോഴായിരിക്കും ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക. അത് രക്ഷിതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ എന്താ പറയുള്ളത്, നമ്മളെ മക്കൾ എത്ര മുതിർന്ന മക്കളാണെങ്കിലും അവർ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവരൊന്ന് സ്വീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഇത് ഈ ഒരു പോയിന്റ് നമ്മൾ പറയാനുള്ളൊരു കാരണം, ഒരു കുട്ടി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ലഹരിക്ക് അടിമപ്പെട്ട് അവനെ പിടിക്കപ്പെട്ടപ്പോൾ അവൻ 1.5 വർഷത്തിലധികം ലഹരി ഉപയോഗിക്കേണ്ടതാണ്. അതെ അപ്പോൾ ആ കൗൺസിലർ അദ്ദേഹത്തോട് പറഞ്ഞത്, അവൻ്റെ രക്ഷിതാക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ മോൻ ഇത്ര വർഷമായിട്ട് 1.5 വർഷക്കാലമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് അവൻ വരുമ്പോൾ നിങ്ങളൊന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആ സ്മെല്ലെങ്കിലും കണ്ടെത്താൻ പറ്റിയിരുന്നു. അതെ ഇത് വലിയ ഗുണപാഠം നമ്മുടെ രക്ഷിതാക്കൾ നൽകുന്നതാണ്. നമ്മുടെ മക്കൾ ചെറുതാവട്ടെ വലുതാവട്ടെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലുണ്ടല്ലോ, അതെ അതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങാടിയിൽ വെച്ച് പോലും അതെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഓടിപ്പോകാറുണ്ട് എന്നൊക്കെ നമ്മൾ അതെ ഹദീസിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ മക്കൾ ഒരല്പം പ്രായം എത്തിയല്ലോ, ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളെന്ത് ചെയ്യില്ല, അവരോടൊരു മര്യാദയ്ക്കൊരു ആലിംഗനം ചെയ്യാനോ ഒരു ഉമ്മ കൊടുക്കാനോ പോലും നമ്മൾ സന്നദ്ധരാവാറില്ല എന്നുള്ളതാണ്. അതിലൊക്കെ നമുക്ക് വലിയ മാതൃക അവിടെ ഉണ്ട്. അപ്പോൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് അറിയും, അതെ അവരൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരോട് ഒരുപാട് സ്ട്രെസ്സുകൾ അതിലൂടെ അതെ ഇല്ലാതാവും, അതെ അല്ലെ, അതെ ടെൻഷനുകൾ റിലീസാവും. എന്തും എൻ്റെ വീട്ടിൽ വന്ന് തുറന്നു പറയാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതെ അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് അതാണ്, നമ്മുടെ മക്കൾക്ക് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ രക്ഷിതാവിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും. ഓപ്പൺ മൈൻഡഡ് ആണ്. എന്ത് പറഞ്ഞാലും സൊല്യൂഷൻ ഇല്ലെങ്കിലും അത് കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളൊരു ബോധം വരുത്താൻ നമുക്ക് സാധിക്കണമല്ലോ. ഇതൊരു വലിയ കാര്യമുണ്ട്. കുട്ടികൾ അവർക്ക് ഉണ്ടായ എന്തെങ്കിലും സംഭവം പറയുമ്പോൾ നമ്മൾ നേരെ അവരെ കുറ്റപ്പെടുത്തുക ചെയ്യാം. അതെ നീ അതിന് നിന്നിട്ടല്ലേ, അതെ അല്ലെങ്കിൽ നിന്നോട് മാത്രം എന്താ അങ്ങനെ ബാക്കിയുള്ളവരോടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അതെ അത് നിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ കുറ്റപ്പെടും. കുറ്റപ്പെടുത്തണ സമയത്ത് അവിടെ പ്രിയ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായത് അവരുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല. ഇനി അവരുടെ ഒരു കുറ്റം കൊണ്ടാണെങ്കിൽ പോലും അത് തിരുത്താനുള്ള അവസരം എന്ന് പറയുന്നത് അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്താണോ കാര്യമെന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റുന്ന ആളുകളെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതെ ഇതെന്താ അറിയോ, നമ്മൾ പലപ്പോഴും നമ്മളാണ് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്നത്. എനിക്ക് കഴിയാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതാരെക്കൊണ്ടാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൗൺസിലർ അടുത്താവും, അതെ ചില സമയത്ത് നമ്മളൊരു മുതിർന്ന ഒരു ആളുടെ ഒരു സഹായം നമ്മൾ ആവശ്യമുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയി, നമ്മുടെ അതെ ഉപ്പൻ്റെ അടുത്തും ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയും. അപ്പം അങ്ങനെ പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കാണോ സാധിക്കുക അവരടുത്തേക്ക് കൊണ്ട്, എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിയണമെന്നില്ല. അപ്പം ആരെക്കൊണ്ടാണോ ഇത് പരിഹരിക്കാൻ സാധിക്കുക അവരടുത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, അവിടെ നമ്മൾ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ആകെ സ്ട്രെസ് അടിക്കുകയും അതെ പിന്നെ ടെൻഷൻ വന്ന് പലപ്പോഴും പഠനത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പഠനത്തിൽ പിന്നോക്കം പോകുന്നു, പിന്നോക്കം വരും. ഒരു കാര്യത്തിൽ ഫോക്കസ് ലഭിക്കാതെ അതെ വരുന്നു, ജീവിതത്തിൽ തന്നെ മടുപ്പ് വരുന്നു. തീർച്ചയായും ചിലരെങ്കിലും
ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ രക്ഷിതാക്കളെ നമ്മുടെ ഒരു ചെറിയ വാക്കോ ചെറിയൊരു അവിവേകം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ നമ്മുടെ മക്കൾ എന്നേക്കും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത്. എന്ത് വന്ന് തുറന്നു പറഞ്ഞാലും അത് കേൾക്കാൻ എൻ്റെ രക്ഷിതാവുണ്ട് എന്നൊരു ബോധം മക്കൾക്ക് നൽകുകയും അത് പറയുന്നത് എന്താണെന്ന് കേട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അതെ, ഇതിൽ ഷമീം സലാഹി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കണ്ടൻറ്റ് അതൊന്നുകൂടി ആവർത്തിച്ച് പറയണേ, രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയണേ. കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു പിന്നെന്താ പറയുക, മനസ്സ് നമ്മൾ കാണിക്കണം. ഇല്ല, എത്ര തിരക്കാണെങ്കിലും എന്തൊരു ജോലി തിരക്കിലാണെങ്കിലും വീട്ടിലുള്ള രക്ഷിതാവ് ഉമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പയാണെങ്കിലും ആരായിരുന്നാലും അവരെ ഇറങ്ങി, ഇപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ നമ്മൾ പിന്നെന്താ പറയുക, സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യാത്തത്. ഇപ്പം ഞാൻ കുറേ അനുഭവങ്ങൾ നമ്മളിലേക്ക് പലരും എഴുതി ചോദിച്ചതും പിന്നെ ചോദിക്കുന്നതൊക്കെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒക്കെ ഉള്ളിലെന്താണ്, രക്ഷിതാവിൻ്റെ അവഗണനയാണ് എന്ത് പലപ്പോഴും കുട്ടികളെ വളരെ മോശക്കാരാക്കി തീർത്ത് വീടുവിട്ടിറങ്ങാനുള്ള പ്രചോദനമുണ്ടായതും ആത്മഹത്യയിലേക്ക് എത്തിച്ചതൊക്കെ അതാണ്. അപ്പോൾ അതൊരു കറക്റ്റ് പോയിൻ്റാണ്. അത് ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ള. ഇനി നമ്മൾ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്? ആഡ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ലഹരിയേക്കാൾ മാരകമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുക്കി കൊടുക്കാം, നിർബന്ധമായി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് മോഡിലേക്ക് പോയി അതിലിങ്ങനെ സമയം തള്ളി നീക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുപ്പം മുതലേ ഒരു ശ്രദ്ധ ഉണ്ടാവും. കുറച്ചൊക്കെ ചെറിയ സമയമൊക്കെ അവർ അതിനുവേണ്ടി ചിലവഴിക്കട്ടെ. പക്ഷേ പഠനത്തിനേക്കാൾ കൂടുതൽ സമയം അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾക്കും ഗെയിമുകൾക്കും ഓൺലൈൻ ഗെയിമുകൾക്കൊക്കെ മക്കൾ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറുപ്പം മുതൽ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമില്ല, തിരിച്ചു കൊണ്ടുവരാമില്ല. അതുപോലെ ആധുനികമായ ഒരുപാട് സംവിധാനങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ടീമുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികൾ, അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ. ഇതുപോലുള്ള പല കേസുകൾ ഈ വർഷം പോലും നമുക്കിപ്പോൾ ആകെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. ഇതിനിടയിൽ പോലും നമുക്ക് എന്തുണ്ട്, ഇൻസ്റ്റയിൽ ഇന്ന തെറി പറഞ്ഞു, ഇന്ന ആളെ ഫോട്ടോ ഇട്ടു, പിന്നെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യമാണ്, പക്ഷെ അത് ചോദ്യം ചെയ്യാൻ പോകുന്നു, അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവുക. നമുക്കറിയാത്ത സാങ്കേതിക വിദ്യകളാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു മാരകമായൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഈവൻ പെൺകുട്ടികൾ പോലും അതിലകപ്പെടുന്നതായി ചില നമ്മുടെ മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് മേഖലയിലുള്ള ആളുകൾ പറയുകയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള പുകവല്, സാധാരണ സ്മോക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങൾ കണ്ടെത്താം. ഈ സിഗരറ്റുകൾ നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് പോലും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുന്നുണ്ട്. ആ സാധനം എന്താണെന്ന് പോലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല. അതിലവർ ഞാൻ വേപ്പേ വലിച്ചിട്ടുള്ളൂ, ഞാൻ തുളസിയെ വലിച്ചിട്ടുള്ളൂ, ഇങ്ങനെ പല ചെടീൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പല ഫ്ലേവർ ഇട്ടുകൊണ്ട് ഇതുപോലെയുള്ള ലഹരിയിലേക്ക് എത്തുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഈവൻ പെൺകുട്ടികൾ പോലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളെ മക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്, അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളറിയുക. ഇടയ്ക്കൊക്കെ അവരറിയാതെ അവരുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ ചെയ്യരുത്. ഇങ്ങനെ കുട്ടികളെ ഹരാസ് ചെയ്യണമെന്നില്ല, കുട്ടികൾ കാണെ തന്നെ എന്ത് ചെയ്യണം, എന്തൊക്കെയുണ്ട് നിൻ്റെ ബാഗ്, എങ്ങനെയുണ്ട്, ഒക്കെ നല്ല നീറ്റ് തന്നെ അല്ലേ, ബുക്കൊക്കെ എങ്ങനെയുണ്ട് അല്ലെ. ഒരു കുട്ടികൾ അവരുടെ ഒരു പഠനത്തിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ബോധം ആദ്യം ഉണ്ടാക്കുക. അവരുള്ള സമയത്തിനൊക്കെ ഒന്ന് പരിശോധിച്ച് കുടഞ്ഞ് അതിൽ വല്ല ചളിയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് തുടച്ചൊക്കെ കൊടുത്ത്, ഇത് ഉപ്പമാർക്ക് ചെയ്യാം ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. രണ്ടാമത് അവരില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, അവരുപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ റൂമുകൾ, അവരുടെ സ്റ്റഡി മെറ്റീരിയലുകൾ, സ്റ്റഡി ടാബിളുകൾ, അവരുപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ചെറിയൊരു നിരീക്ഷണവും ഒരു ശ്രദ്ധയൊക്കെ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ രാത്രി കാലങ്ങളിലൊക്കെ ഒരല്പം ശ്രദ്ധയൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടെങ്കിൽ, ഇതൊക്കെ ചിലത് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവുന്ന നമ്മളോട് വിളിച്ച് അന്വേഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. രാത്രിയിൽ അവരുടെ ഉറക്കം എങ്ങനെയാണ്, ഏത് സമയത്താണ് അവർ കിടക്കുന്നത്, ഏത് സമയത്താണ് അവർ എഴുന്നേൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്കൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ മക്കളോട് നമുക്കിതിൽ ആഡ് ചെയ്ത് പറയാനുള്ളത്, അവരുടെ ഒരു പഠനത്തിൻ്റെ സമയം നമുക്ക് ആഡ് ചെയ്ത് പറഞ്ഞൂടെ? ആദ്യമൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്ന സമയം
ഒരു ഹൈസ്കൂൾ ഒരു LP തലത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 2.5 മണിക്കൂർ വായിക്കണം. അതെ അതുപോലെ ഒരു UP തലത്തിലാകുമ്പോൾ ഒരു 3 മണിക്കൂർ വേണം. ഹൈസ്കൂൾ തലത്തിലാകുമ്പോൾ അതൊരു 4 മണിക്കൂറാക്കണം. ഒരു ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു 4.5 to 6 മണിക്കൂറൊക്കെ വായിക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. അതെ ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനുള്ള അതെ കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അതെ അതെ അപ്പോൾ ഒരു നിശ്ചിത സമയമൊന്നും നമുക്കൊരിക്കലും വെക്കേണ്ടതില്ല. നിർദ്ദേശിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓരോ മക്കളുമാണ് എന്ത് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത്. അതെ എനിക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് എത്ര സമയമാണ് ആവശ്യമുള്ളത്, അല്ലേ? അത് ഓരോരുത്തരുടെ കാലിബറിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. എൻ്റെ പാഠഭാഗങ്ങൾ എനിക്ക് പൂർണ്ണമായി വായിക്കാനും നല്ലൊരു ഗ്രേഡ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ എത്ര സമയം ഞാൻ ചിലവഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതെ ആ സമയത്തിനകത്ത് തീരുമെങ്കിൽ അത് എപ്പോഴാണോ തീരുന്നത് അത്രയും സമയമാണ് നമുക്ക്. അല്ലാതെ ഒരു പഴയ പോലെ ഇന്ന സമയം നിങ്ങൾ വായിക്കണം, ഇന്ന സമയത്തേ വായിക്കാവൂ എന്ന രൂപത്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ആധുനിക ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ മുന്നിൽ വെക്കാറില്ല എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്. അതെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ തുടക്കത്തിലുള്ള ശ്രദ്ധ അത് അവസാനം വരെയും ഓരോ സ്റ്റെപ്പും കുട്ടികളുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ പരിശോധിക്കുകയും അവരുടെ കൂടെ നിന്ന് അവരെ പിന്നെ എന്ത് ചെയ്യാം കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടും നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ ഓരോ നിമിഷങ്ങളിലുമെല്ലാം അവരുടെ കൂടെ ഉണ്ടാവുകയും രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് അവരുടെ അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുകയും അവരുടെ വളർച്ചയ്ക്ക് വളരെ നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.